എന്തോ ഉണ്ടാക്കുന്നേ? കണ്ടറിഞ്ഞൂടെ? ഓട്സിന്റെ അട. ഓട്സിന്റെ അട, ഓട്സിന്റെ പായസം. സത്യം പറഞ്ഞ ഈ സാധനങ്ങൾ കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ എന്റെ തങ്കഞ്ചേട്ടത്തി കഴിഞ്ഞിട്ടുള്ള. എന്നാൽ ലില്ലിപ്പണി ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഈ രുചിക്കൂട്ട് മനസ്സിലാക്കാനും അവളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ ജന്മനാ കിട്ടുന്ന കൈപ്പുണ്യ. അതെ അതെ. പിന്നെ ഞാൻ മറ്റേ പറഞ്ഞ കാര്യം ഞാനും ഒരു വെട്ടിക്കാൻ വരും. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു. ഞാനില്ല, ഒരു ബിസിനസ്സിന് ഞാനില്ല. നീ പോ, നീ നിന്റെ ലില്ലിപ്പെണ്ണിനോട് പോയി പറ. തങ്കഞ്ചേട്ടത്തി ഇതിന്റെ സാധ്യതകൾ മുഴുവനും ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഇത് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാവണുണ്ട്. ഞാൻ പൊട്ടിയൊന്നും അല്ലല്ലോ. 10 ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ ലാഭം വരുമെന്ന്. പകുതിക്ക് പകുതി. അത് ആ കൈപ്പുണ്യത്തോടെ ഉണ്ടാക്കി രുചിയോടെ കൊടുത്താലേ നമുക്ക് വീണ്ടും ഓർഡർ കിട്ടും. അതുകൊണ്ടല്ലേ പിടിക്കാൻ പറ്റുന്നത്. ഈ 10 ബിരിയാണി ഞാൻ ഉണ്ടാക്കണമെങ്കിൽ നേരം വിളിക്കേ ഞാൻ എഴുന്നേറ്റ് ഈ അടുക്കളയിൽ കിടന്ന് നാരകിച്ച് 10 ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോ ലാഭത്തിന്റെ പകുതി നിനക്ക്. എനിക്ക് എന്ത് പാടിരിക്കുന്നു. പിന്നെ അതെന്തൊരു വർത്താനം പെണ്ണുമുള്ളേ. കട കിടക്കുന്ന പച്ചക്കറിയും ചിക്കനും ചുമ്മി ഇവിടെ കൊണ്ടുവന്ന് അരികെ കഴിഞ്ഞു തരുന്നത് ഞാൻ. ഈ ഓർഡർ മുഴുവനും പിടിക്കുന്ന ഞാൻ, അതിന്റെ പൈസ പിരിക്കുന്നത് ഞാൻ. ഇതെല്ലാം കൊണ്ട് നിങ്ങളുടെ കൈവെള്ള കൊണ്ടുവരുമ്പോ പാത്രത്തിട്ട് കിണ്ടി കിണിയണി പണിയല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിന് പകുതി തന്നെ ലാഭം ആണോ? നീ നിന്റെ പെങ്ങളോട് പറയടാ. നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ ഈ സാധനം ഉണ്ടാക്കും? കഴിഞ്ഞ ആഴ്ച 5 ബിരിയാണി എന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് കൊണ്ടുപോയോ? 4 എണ്ണം വിറ്റ് 1 എണ്ണം നീ തിന്ന്. അപ്പൊ എങ്ങനെ ലാഭം ഉണ്ടാകും? ആ 1 എണ്ണം കൂടി വിറ്റാലല്ലേ ലാഭകാശ് കിട്ടുള്ളൂ. ഞാൻ തിന്നു. അതിന്നില്ലേ? അത് നിങ്ങളുടെ മിസ്അണ്ടർവെയറിംഗ് ആണ് പെണ്ണുമ്പിള്ളേ. ഞാനല്ല തിന്നത്. 1 എണ്ണം ഒരാൾക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി ടേസ്റ്റിന് കൊടുത്തതാ. ഇപ്പൊ ഹോട്ടലുകാരും ബാറുകാരെല്ലാം ചെയ്തിട്ടില്ലേ? ബാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പെഗ് പുഴുങ്ങി മുട്ട ഫ്രീ ആയിട്ട് കൊടുക്കും. ഹോട്ടലുകാർ വഴി നിൽക്കുന്നവർക്ക് അതേപോലെ 1 എണ്ണം പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചു പിടിക്കും റൊണാൾഡ്. ഞാൻ കഴിച്ചു പോലും. ഞാനില്ല റൊണാൾഡേ. നിന്റെ പെങ്ങളോട് പോയി പറ. നമുക്കിതിനൊന്നും പറ്റൂല. അല്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയുള്ളൂ. ബിരിയാണി ബിസിനസ്. ഓ, അൻസാർക്കയാ? ക്ലീറ്റോ അവിടെ ചെന്നില്ലേ? ഹലോ അൻസാർക്ക, ക്ലീറ്റോ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. എന്നാന്ന്? ഇത് അമ്നേഷ്, ഇത് എന്താ ക്ലീറ്റോന് അമ്നേഷ്യം വന്നെന്ന് പറഞ്ഞു വിളിച്ചേക്കുന്നു. അൻസാർക്ക എന്തോ അമ്നേഷ്യം? എനിക്കറിയത്തില്ല. എന്തുവാ ക്ലീറ്റോന്റെ ഓർമ്മ ആരെ തിരിച്ചറിയണില്ലെന്ന് പറയണടാ. ക്ലീറ്റോ പറയുന്ന പോലെ പേടിക്കാൻ മാത്രം ഒന്നും കാണത്തില്ല. എടാ, അല്ലെങ്കിൽ ബോധം പൂക്കണോ ഇല്ലാത്ത മനുഷ്യൻ ഓർമ്മയും കൂടി ഇല്ലെങ്കിൽ എന്തെങ്കിലും വയ്യ. അതെ, ഈ പറയുന്നൊന്നും അല്ല. പാർട്ടി പ്രവർത്തനമായിട്ട് 2 ദിവസം ഡേ നൈറ്റ് വർക്കാ. അടിച്ചു കാണും. അതിന്റെ ഹാങ് ഓവർ മാറും. മോരും വെള്ളം കലക്കി കൊടുത്താൽ മതി. അമ്നേഷ്യാന്ന് പറഞ്ഞല്ലോ. എന്നൊന്ന് പിടിച്ചേ നീ. ഞാനാദ്യം അത്ര ഇതൊക്കെ വീഴുന്ന പോലല്ല. ഇങ്ങനെ ഒന്ന് പോയി നോക്കിട്ട്. എവിടെ പോയി നോക്കാം? അങ്ങോട്ടൊന്നും പോയി നോക്കിട്ട് റൊണാൾഡേ. വേണം വെക്കാം. ഞാന് കരം വെച്ച് പോയി വിവരം അറിയിക്കട്ടെ. ഇപ്പൊ ആരും വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു നിൽക്ക. ഞാനേ കിടന്ന് വളം വെക്കരുത്. റിലാക്സ്. ഞാൻ കരം വെച്ച് പോയി വിവരം അറിയിക്കട്ടെ. VIP വരുന്ന സമയത്ത് നമുക്ക് ഫോണിൽ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാരും അങ്ങ് ഫ്ലൈറ്റ് മോഡിൽ ഇടും. പിന്നല്ലാതെ പിന്നെ അവര് വരുന്ന സമയത്ത് ഫോണും പിടിച്ചങ്ങോട്ട് മാറുന്ന അവരുടെ പ്രൊട്ടക്ഷൻ ആരെ നോക്കും? എന്റെ ഏട്ടൻ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്കുന്നത്. VIP വരുന്നതൊക്കെ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങള് ടെൻഷൻ അടിച്ച് ചാവൂല്ലേ?
സാമാന്യ ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. ഞാൻ രാവിലെ പോയി പറഞ്ഞു എന്റെ ഡ്യൂട്ടി എന്ന് അങ്ങനത്തെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞായിരുന്നു ഞാൻ. അപ്പൊ എന്നിട്ട് ഞാനാണെങ്കിൽ സുരേഷ് ഏട്ടനെ കിടന്ന് വിളിയോട് വിളിയാണ്. സുരേഷ് ഏട്ടനും എടുക്കണില്ല. അവസാനം കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സുരേഷ് ഏട്ടനെ എടുത്തിട്ട് പറഞ്ഞു ഏട്ടൻ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടെന്ന്. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഓ എന്റെ പൊന്നതേ ഇവിടെയാ. വാടാ. ഇതെന്തേ മോതൊക്കെ വാരിട്ടേക്കുന്ന? പിടിച്ചു. അയ്യോ എന്നിട്ട് ഒരുപാട് കടി കിട്ടിയാ? അല്ല പട്ടി പട്ടിയല്ല അമ്മീബ. ഓർമ്മ പോന്നെ ആ അത് വന്നു. ഇപ്പൊ അൻസാർക്ക തങ്ങളുടെ അടുത്ത ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു പഴയതൊന്നും ഓർക്കുന്നില്ല, ഇപ്പോഴത്തെ ഒന്നും ഓർക്കുന്നില്ല, മറവി പോയി. അയ്യോ ഒന്നും അറിയുന്നില്ല. തലയടിച്ചു വല്ലയിടത്ത് വീണാ? എനിക്കറിയത്തില്ല. അയ്യോ എന്താ അങ്ങനെ പെട്ടെന്ന്? നിന്റെ അടുത്ത് ആടാ പറഞ്ഞത്? അൻസാർക്ക തങ്ങളുടെ അടുത്ത ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കരഞ്ഞു വിളിച്ചോണ്ട് അവിടെ ഇരിക്കുവോ. അയ്യോ എന്റെ ക്ലീറ്റ് വെച്ചിട്ട് ഒന്ന് പച്ച പിടിച്ച് വന്നതാണ് കർത്താവേ. ഞാൻ വിചാരിച്ചേ 2 ദിവസമായിട്ട് പാർട്ടി പ്രവർത്തനമായിട്ട് ഇച്ചിരി തണ്ണിയടിയായിരുന്നു, അതിന്റെ കിളി പോയായിരിക്കും. അതല്ല, ഓർമ്മ ഒന്നുമില്ലെന്ന്. ചേച്ചി അവിടെ ഇരിപ്പുണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു. രാവിലെ പയറുമണി പോലെ പോയ മനുഷ്യനാ. എവിടെങ്കിലും തലയടിച്ച് വീണിട്ടുണ്ടാവും ചേച്ചി. ഇതിലും വലിയ എന്തോരം വീഴ്ചകള് വീണേക്കണ്, എന്നിട്ടൊന്നും പറ്റിയിട്ടില്ലല്ലോ. വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരട്ടെ, വന്ന് നമുക്ക് എന്താണ് നോക്കിയിട്ട് നല്ല ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം. ഞാനിവിടെ ഇപ്പൊ എത്തുന്നില്ല ആൻസറാ പറഞ്ഞത്. അയ്യോ ഇറങ്ങ്. റൊണാളെ ഇതൊന്ന് പിടിച്ചു. ഒന്നുമില്ല. ലില്ലി മോള് പൈസ കൊടുക്കും. എന്തെങ്കിലും ഒരു ഓർമ്മയില്ല, ഒന്നും അറിയാൻ വേണ്ട. ആരെ അറിയത്തില്ല, അപ്പക്കുട്ട സാറിനെ അറിയത്തില്ല, നടരാനെ അറിയത്തില്ല. എന്നെ ദാമോങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പണ്ട് സ്കൂളിൽ ഐസ് വിറ്റിരുന്ന ദാമോങ്കിളാണെന്ന് ഞാനും. എന്താ പറ്റിയടാ? ക്ലീറ്റ് വെച്ചിട്ട് നമ്മുടെ വീട് നോക്കിക്കേ. നോക്കടാ എന്നെ. ഇങ്ങോട്ട് നോക്കി. മുത്തിന്റെ അടുത്ത് പോണ്ടേ? നമുക്ക് മുത്തിന്റെ അടുത്ത് പോണ്ടേ? ഡോക്ടർ പറയുന്ന വെച്ചാൽ കുറച്ച് നാൾ എന്തായാലും മരുന്ന് കഴിക്കേണ്ടി വരുമെന്നാ പറയുന്നത്. പിന്നെ ഒരു മിറക്കിൾ സംഭവിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ച ഒരാളെ കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ തിരിച്ചിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തോന്നും എനിക്കൊരു വിവരമില്ല, ആരെയും തിരിച്ചറിയുന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടാലോ? കാണിക്കാം, ഒരു കോളം എടുത്തിട്ട്. സാറാണ്. ഹലോ, ആ സാറേ, ഞാൻ ക്ലീറ്റോയുടെ വീട്ടിൽ എത്തി സാറേ. ഇവിടെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തിരിച്ചു വിളിക്കാം. ശരി സാർ. അപ്പുക്കുട്ടൻ സാറാ ഒരു 50 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എന്തോ ഒരു സ്നേഹമെന്നറിയാമോ. സാറ് പറയുന്നതെന്ന് വെച്ചാൽ എത്ര പൈസ ചിലവായാലും എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് ചികിത്സിച്ച് ഭേദമാക്കണം. പേടിക്കേണ്ട തങ്കം, എന്ത് പൈസ ചിലവാക്കാൻ പാർട്ടിയുണ്ട് ഇവിടെ. നമുക്കിത് ചികിത്സിച്ച് റെഡിയാക്കാം. എനിക്ക് ഒരാളായിട്ട് തന്നാ മതി. അതൊക്കെ റെഡിയാവും. ഒരു കാര്യം ചെയ്യും, ഒന്ന് അകത്തോട്ട് കൊണ്ടുവരുത്ത്. ഞാൻ കുറച്ച് മെഡിസിൻ വാങ്ങിക്കാനുണ്ട്, അത് വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. ഒന്ന് നമ്മുടെ വീട്ടിൽ പോകാം. നമ്മുടെ വീട്ടിൽ പോകാം. ചെല്ല്, അത് കയറി നമ്മുടെ വീട്. പിടിച്ചോ. ശരി സാറാ, ഞാനേ മരുന്ന് വാങ്ങിച്ചു വരാം. ഇതിന് മാത്രം സീരിയസ് ആയിട്ട് എടുത്ത് കരയേണ്ട കാര്യമൊന്നുമില്ല. ആ മുഖലക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2 പെഗ് 290 ഐസ് ഇട്ടൊരടി അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ.
ഞാൻ തമാശ പറഞ്ഞല്ല. കൊടങ്ങാവളെ പെയിന്റ് നടത്തുന്ന പീറ്റർ അച്ചാൻ ഇതേപോലെ ഓർമ്മ പോയപ്പോഴത്തേന് ഞാൻ ബെഗ് കൊണ്ട് കൊടുത്തു. അടിച്ച് തീരുന്നതിന് മുമ്പ് അങ്ങനെ എൻ്റെ അടുത്ത് ഫണ്ട് പോയിട്ട് 500 രൂപ ചോദിച്ചു. ഓർമ്മ തിരിച്ചു വന്നു. എന്റെ കയ്യിൽ നിന്ന് നീ അടിമേടിക്കും റൊണാൾഡെ. കുടിച്ച ഒരു മനുഷ്യൻ ഈ പരുവത്തിൽ ഇനി കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ? കൊല്ലാൻ വേണ്ടിയിട്ട് റിയൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിനുവേണ്ടി നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒക്കെ ബിവറേജിൽ പോയി സാധനം മേടിച്ചോണ്ട് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. എന്ത് വന്നാലും തരുന്നില്ല. പൈസക്കല്ലേ? ക്ലീറ്റോ ക്ലീറ്റോ അങ്ങോട്ട് നോക്കി. തങ്കം തങ്കമല്ല, പിത്തള. കിളി പോയിരിക്കുന്ന അങ്ങർക്കൊന്നും മനസ്സിലാവത്തില്ലെന്ന്. തലച്ചോറിനകത്തോട്ട് ഐറ്റം അങ്ങോട്ട് കേറിയുണ്ടല്ലോ, ആ ഓർമ്മ എല്ലാം തിരിച്ചു വരും. ഉദാഹരണം കണ്ടോ, ഹണീബി ഹണീബി കണ്ട കണ്ട കണ്ട. എന്താണോ പാവത്തിനെ കരയിപ്പിച്ചപ്പോ? കരയല്ലേ പൊന്നെ, കരയല്ലേ കരയല്ലേ കരയല്ലേ. ഫോണടിക്കുന്നു. സാറേ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. മരുന്ന് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും തലയിടിച്ച് വീണായിരുന്നു സാറേ? ആ പറ. ആര്? അപ്പൊ കൂട്ട സാറ്. എന്ത് വിളിച്ച? പാവം പിടിച്ച മനുഷ്യനെ എത്രാമത്തെ പ്രാവശ്യം വിളിക്കണെന്നറിയോ? എനിക്ക് അങ്ങനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. ഇത്രയും സ്നേഹമുള്ള ഒരുത്തനാന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത് വില കൊടുത്ത് എന്റെ ക്ലീറ്റോന്റെ രോഗം മാറ്റി തരാന്ന് പറഞ്ഞേക്കണേ. അത്രേ ഞാനും പറഞ്ഞുള്ളൂ. 500 രൂപ ചെലവാക്കി കഴിഞ്ഞ് ഇപ്പൊ തീരും. ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ല. നിനക്ക് കുടിക്കാൻ വേണ്ടിട്ട് എന്റെ ക്ലീറ്റോനെ അങ്ങനെ നീ ആക്കണ്ട. ഞാൻ മേടിച്ചോണ്ടോ? നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ? വേണ്ട. കുടിക്കാൻ വല്ലതും വേണോ? മച്ചമ്പി വെള്ളം എടുക്കട്ടെ. വെള്ളം കൊടുക്കാൻ പാവം എത്ര നേരം വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട്. മച്ചമ്പി മച്ചമ്പി പഴയ കൊടങ്ങാവള സ്കൂളിൽ പഠിക്കുന്ന സമയം കൊച്ചുനാള് ഒന്നോർത്തെ. സ്കൂളിൽ കൂടെ പഠിച്ച ലിസി പൊന്നൂസ് കാമുകി കൊടങ്ങാവളെ പള്ളിപ്പെരുന്നാളിൽ എടുത്തു കൊടുത്തപ്പോൾ തീവട്ടി വെച്ചിട്ട് അവളപ്പം പൊന്നൂസ് മച്ചമ്പടെ കുണ്ടിക്ക് കുത്തി ഓർമ്മണ്ടോ? ഓർത്തെ? ലിസി ലിസി പൊന്നൂസ്, നല്ല ചുരുണ്ട മുടിയുള്ള. ഞാൻ നോക്കേ മങ്കി. ഇല്ല, ഒന്നുമില്ല. ഇല്ല മോനെ, മോനെ ഒന്നുമില്ല. ഇല്ല, അങ്ങനല്ല. എന്ത് വാടാ റൊണാൾഡെ? അത് ഞാൻ പറയുന്ന കേക്ക്. 3-ാം പറ സിനിമയ്ക്കകത്ത് ശ്രീദേവി കിളി പോയിരിക്കുമ്പോ ഇതേപോലെ കമലഹാസൻ കുരങ്ങനെ കാണിച്ചിട്ടാണ് തിരിച്ചു വന്നത്. കുടിച്ചു. നീ ഇച്ചിരി നേരം വായും വെച്ചോണ്ടൊന്ന് ചുമ്മാ ഇരിക്കും എന്റെ പൊന്നു റൊണാൾഡെ. ഒരവസരം എനിക്കിതാ. പച്ചമോണ്ട് ഒരു 10-300 രൂപ എനിക്ക് താ. പിന്നെയും തുടങ്ങിയല്ലോ. ഒരു പെഗ് കൊഴിച്ചാ മാറും, എനിക്ക് ഉറപ്പുണ്ടെന്ന്. ഇല്ല, പെഗിന് ഇവിടെ പൈസ തന്നില്ല. ഇച്ചിരി നേരം പോയി കിടക്കാം. കടമായിട്ട് തരാൻ പറ്റൂ? എന്നെ ഒന്ന് വിശ്വസിക്കുന്നത്. എന്റെ ചേട്ടനെ ഇങ്ങനെ നശിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുവോ? ഇല്ല 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 ഇല്ല. ആണ്ടോ പൈസ തന്നു ഇവിടെ. നീ എന്നിട്ട് പോടാ, നിന്നെ കണ്ടിട്ട് പേടിയാവുന്നു. ഇല്ല, പോയി 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 പോയി. കരയല്ലേ 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 പോയി 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 പോയി. ആ മാവിന്റെ കൊമ്പില് മൈന മൈന. അത് വിളിച്ച് കാണിക്കല്ലേ, ഒറ്റ മൈനയാണ്. ഈ വീട്ടിൽ കുറെ നാളായിട്ട് ഗ്രഹപ്പഴയാണ്, നീ അതും കൂടെ വിളിച്ച് കാണിക്കും. ഒരു തത്തമ്മ ഇരിക്കുന്നുണ്ടാ ഇല്ല അറ്റത്ത്? കണ്ടാ? എവിടെ കണ്ടാ തത്തമ്മ പച്ച? എവിടെ? അവന് ഓർമ്മയ്ക്കല്ലേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണല്ലോ നിങ്ങൾ പറയണത്. നടക്കാൻ കുഴപ്പമൊന്നുമില്ല, പിടിച്ചടത്തൊന്നും വേണ്ട, കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഏട്ടന് എന്താട്ടാ, ഞങ്ങൾ എന്തെങ്കിലും കാണിച്ച് ബോധം ഒന്ന് വരുത്താൻ നോക്കട്ടെ. ഉപകാരം ചെയ്തൊരു ഉപദ്രവിക്കാതിരിക്കും. ചേച്ചി ഇരിക്കണേ ചേച്ചി. കരയല്ലേ പൊന്നെ. നമുക്കിതേ അവിടെ ഇങ്ങോട്ട് 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 കണ്ട കണ്ട റൊണാൾഡ്.
അച്ചമ്മേ ഈ മുഖത്തോട്ട് നോക്കേ ഇതാരാണെന്ന് പറഞ്ഞേ? ലിസി പൊന്നൂസ്. ഇപ്പൊ ലിസി ചാക്കോയാ ക്ലീറ്റോ. അപ്പൊ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി ക്ലീറ്റോ? സാറാമ്മയായിട്ട് എന്താ വന്നത്? സാറാമ്മ. ഞാൻ റൊണാൾഡ്, ഇത് ലിസി പൊന്നൂസ് കൊടങ്ങാവളല്ലേ? സാറാമ്മ. സാറാല്ലേ? ആ, പെണ്ണുകിളി പോയോ? സാറാമ്മ. ഇത് ഞാൻ ക്ലീറ്റോയുടെ കൂടെ പഠിച്ചതാണ്. ഇപ്പൊ ഇവിടെ വഴുതക്കാട് സർവേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്ക് റൊണാൾഡിനെ കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ട് പറഞ്ഞു ക്ലീറ്റോയ്ക്ക് എന്തോ ഓർമ്മക്കുറവ് എന്തോ ഉണ്ട് എന്ന്. അപ്പോൾ കൂടെ പഠിച്ചവരെ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലഞ്ച് ബ്രേക്കിന് ഇങ്ങോട്ട് ഇറങ്ങിയതാ ക്ലീറ്റോ എന്ന് കാണാൻ. കിളി കിളി ചമ്പി ഇരിക്കട്ടെ. ചമ്പി കിളിയല്ലേ? നേരത്തെ ഒരു കിളിനെ കണ്ടപ്പോഴും വാതർന്നില്ലല്ലോ. നോക്കിയേ അൻസാറ് വരുന്നു. അച്ചാർക്കെ കാണുമ്പോൾ ഓർമ്മ വരുമായിരിക്കും. നമ്മുടെ അൻസാർക്ക് DDT കേട്ടാ അളിയാന്ന് വിളിക്കണണ്ട. ഓർമ്മ വന്നു. അശോകന് അളിയനെ കാണണമെന്ന്. അല്ലേ എന്ത് പറ്റി? എന്താ? എന്റെ ജഗതിയിലുള്ള ഗോഡൌണിൽ നിന്ന് ലോറി ചരക്കും കൊണ്ട് വരായിരുന്നു. എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. പൈസ തരാമെന്ന് പറഞ്ഞ പാർട്ടി മുങ്ങിക്കളഞ്ഞു. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ക്ലീറ്റോ സാർ അതുവഴി വന്നത്. എനിക്ക് 1 ലക്ഷം രൂപ ഒന്ന് സഹായിച്ചു. എത്ര? 1 ലക്ഷം രൂപ. 1 ലക്ഷം? 1 ലക്ഷം. ആള് മാറിപ്പോയി. തന്നെ സാറേ, ഇത് ഞങ്ങളുടെ പാർട്ടി ഫണ്ടാണ്. അപ്പൊ കൂടെ സാറ് ക്ലീറ്റോയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പൈസ അത് അടിച്ച് ഫിറ്റായിട്ട് വെളിവില്ലാതെ അശോകൻ എടുത്ത് കൊടുത്ത്. അശോകനായോണ്ട് പൈസ തിരിച്ചു കിട്ടി. വേറെ വല്ലവരും ആണെങ്കിലാ രാവിലെ ആയപ്പോ ഒരു ഓർമ്മയില്ല ആർക്ക് കൊടുത്തു. സത്യമാണ് സാറേ. ഉത്തരവാദിത്ത ഭേദം വേണ്ടടാ. ഉത്തരവാദിത്തം വന്നൊരു സാധനം വേണം നമുക്ക്. അപ്പൊ അതാണ് കാര്യം. അപ്പുക്കുട്ടൻ സാറ് നിർത്താതെ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ കരുതി സ്നേഹം കൊണ്ടാന്ന്. ആ മനുഷ്യന്റെ പൈസ എടുത്തല്ലേ കണ്ടവന് കൊടുത്തത്. അയ്യോ സാറിനൊന്നും പറയല്ലേ. എനിക്ക് വലിയ ഉപകാരമാണ് സാറ് ചെയ്തു തന്നത്. അതെ. ആ സമയത്ത് 1 ലക്ഷം രൂപ തന്നത് എനിക്ക് വളരെ ഉപകാരമായി. അത് തിരിച്ചേൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ശരി. ഇതാ സാർ പൈസ. മേടിച്ചോ ശരി എന്നാ. അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. ശരി അളിയാ, പൈസ കിട്ടിയപ്പോ ഓർമ്മ വന്നോ അളിയാ? വന്നോളൂ. ആ ശരി. ഇപ്പൊ കാര്യം മനസ്സിലായി എന്താണെന്ന്. എന്നാ ലിസി മാഡം ഇനിയിപ്പോ ലഞ്ച് ബ്രേക്കിന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. ശരി എന്നാ. കാര്യം മനസ്സിലായല്ലോ. അപ്പുക്കുട്ട താറ് 1 ലക്ഷം രൂപ പാർട്ടി ഫണ്ട് കൊടുത്തു. അതും കയ്യിൽ വെച്ചിട്ട് മൂക്കറ്റ കുടിച്ച് ബോധമില്ലാതെ ഈ പൈസ എടുത്ത് ഏതോ ഒരുത്തരം കൊടുത്തു. അത് ആർക്കാണ് കൊടുത്തെന്ന് അറിയാൻ നേരം വെളുത്തപ്പോൾ ഉടനെ അമ്ലേഷ്യ അത് കേട്ടിട്ട് ബോധമില്ലാത്തൊരുത്തരെന്ന് പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് നടത്താനും പൂ കാണിക്കാനും കാ കാണിക്കാനും കുറെ വാഴകൾ അതിന്റെ കൂടെ ഒരു മരക്കഴുത കൂട്ടുകാരി വിളിച്ചോണ്ട് നിൽക്കുന്നത്. ചിന്തിച്ച പറയടി. അതെ, ഇത് വെറുതെ കടലാസ്. എടാ നിനക്ക് ക്ലീറ്റോ കൊറേ പൈസ തരാനല്ലേ, പിടിച്ചോ. അപ്പുക്കുട്ട സാറേ പൈസ കിട്ടി. എന്നെ പാർട്ടിന്ന് പുറത്താക്കട്ടെ. ഓർമ്മശക്തി വിളിച്ചു കിട്ടിയ വാഴ Aliens.